നമ്മുടെ വിശിഷ്ടാതിഥികൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 മത്സരാർത്ഥി സാംസോണി, കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി അഗസ്റ്റിൻ, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് മെമ്പർ ശ്രീ കിരൺ രാജൻ, വാർഡ് മെമ്പർ ശ്രീ കെ ആർ രാജീവ്, SCM UP സ്കൂൾ മാനേജർ ശ്രീ CM വിശ്വനാഥൻ, SPM UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ MK മധു, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപകരെ, പിന്നെ ഇന്നത്തെ യഥാർത്ഥ നക്ഷത്രങ്ങളായ നമ്മുടെ കുഞ്ഞു മിടുക്കന്മാരെ, മിടുക്കികളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പലപ്പോഴും ചെറിയ ചുവടുകളിലൂടെയാണ് ആരംഭിക്കുന്നത്. ആ ചെറിയ ചുവടുകൾ തന്നെയാണോ ഒരു ദിവസം വലിയ സ്വപ്നങ്ങളായി മാറുന്നതും? അത്തരം ചെറിയ സ്വപ്നങ്ങളുടെയും വലിയ സന്തോഷങ്ങളുടെയും ആഘോഷമാണ് ബഡ്സുത്സവ് 2026. പേര് പോലെ തന്നെ ഞങ്ങളുടെ പൂമൊട്ടുകളുടെ ഉത്സവം. അതിൽ വന്നു ചേരാനുള്ള എല്ലാ ന്യൂനതകളും ക്ഷമിച്ച് മനസ്സ് നിറഞ്ഞ പ്രോത്സാഹനങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണം എന്ന അഭ്യർത്ഥനയോടെ ഗണനായകായ എന്ന വിഘ്നേശ്വര സ്തുതി പ്രാർത്ഥനയോടെ സെമി ക്ലാസിക്കൽ നൃത്ത ചുവടുകളുമായി വേദിയിലെത്തുന്നു അനാമിക ശ്യാം, ആഫ്ര മറിയം, ദക്ഷ വിപിൻ, അഗ്നിക ആശിഷ്, ഋതികായെ, Sarah Maria Subin, Shivatirtha Sibi and Akshati Deepu from UKG.
കൊച്ചിയിൽ നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് എനിക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച മറൈൻ പ്രിവെന്റിംഗ് കസ്റ്റംസ് ഓഫീസറായിട്ടുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ ഏറ്റവും അധികം കടന്നുപോയ ചില ചിത്രങ്ങളിൽ എൻ്റെ മാതാപിതാക്കള്, വൈഫ്, കുഞ്ഞുങ്ങള്, സഹോദരി, അതിനുമപ്പുറത്തേക്ക് എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ ക്യാരക്ടർ ഡെവലപ്മെന്റിന്, എൻ്റെ വ്യക്തിത്വ വികസനത്തിനായിട്ട് എന്നെ സഹായിച്ച എൻ്റെ അധ്യാപകർ. ഒരു കുഞ്ഞിൻ്റെ വ്യക്തിത്വ വികസനം നടക്കുന്നത് അവൻ്റെ ചെറു കാലഘട്ടത്തിൽ ഏകദേശം 12 വയസ്സ് വരെയുള്ള സമയത്ത് അവൻ്റെ വ്യക്തിത്വത്തിലേക്ക് ഉള്ള ചുവടുവെപ്പ് എല്ലാ കാര്യങ്ങളും അവനിലേക്ക് കിട്ടണം. അത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടും. അതിനേക്കാൾ ഉപരി അവൻ്റെ ആ കാലഘട്ടത്തിലെ അധ്യാപകരിൽ നിന്ന് കിട്ടും. എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത് SGM UP സ്കൂളിലെ അധ്യാപകർ, എൻ്റെ അംഗൻവാടിയിലെ ടീച്ചർ, അതിനുമപ്പുറം ജയജവർഗിയിലെ ടീച്ചർമാര്. പച്ചോത്സവത്തിന്റെ ഈ വേദി ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ സന്തോഷ് കരൂകയിലെ അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ലിറ്റിൽ ബഡ് സ്കൂളിന്റെ മാനേജർ മനോജ് സാറിനെ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ശ്രീ അനീഷ് ചേച്ചേട്ടന് ഓറഞ്ച് ഓട്ടോമൊബൈൽസ് കാഞ്ഞിരപ്പള്ളി സന്തോഷേട്ടന് ഒരു ക്യാഷ് അവാർഡ് നൽകുന്നുണ്ട്. അതിനായി അനീഷ് ചേട്ടന്റെ സഹധർമ്മിണി ശ്രീമതി ആശ അനീഷിനെ ക്യാഷ് അവാർഡ് നൽകുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, എല്ലാവരും നമസ്കാരം. നമ്മുടെ ലിറ്റിൽ ബഡ്സിൻ്റെ ബഡ്സ് ഉത്സവം ഏറെ ശരിക്കും പറഞ്ഞാൽ 3 മണിക്കൂറാണ് നല്ല തകർന്ന ഉത്സവം. എല്ലാവരും അടുത്ത കണ്ണിലും മനസ്സിലും എല്ലാം ആനന്ദം കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മൾ ചെയ്തത്. ഏതായാലും ഇങ്ങനൊരു നല്ലൊരു വേദിയിൽ ഇതുപോലെ ഇങ്ങനൊരു വേദിയിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകി ഈ ബഡ്സിൻ്റെ ഒരു ആദരവ് നൽകുകയും ചെയ്ത ബഡ്സിൻ്റെ മാനേജർക്കും അതുപോലെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ വകയിൽ ഇങ്ങനെ ചെയ്യാം. അതോടൊപ്പം ഈ ഒരു അവസരത്തിലേക്ക് ഞാൻ കടന്നു വരാൻ വേദിയാണ് കാരണക്കാരെന്ന് പറഞ്ഞാൽ ഇളകാൻ പോകുന്ന ഒരു രാജേഷ് പ്രധാനാണ്. ഇന്ത്യയുടെ വേദി പറഞ്ഞ സന്തോഷമുണ്ട്. ആദരവ് വന്ന ബഡ്സ് മാനേജർക്കും എല്ലാവരും നന്ദി പറഞ്ഞു.
ഈ വേദിയിലെ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അതിഥികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആശംസയ്ക്ക് ഒരു പ്രസക്തിയില്ല. കഴിഞ്ഞ 2 മണിക്കൂർ സമയമായി സന്തോഷത്തോടെ ഇങ്ങനെ ആറാടിയിരിക്കുകയാണ്. രാവിലെ 8 മണിക്ക് അറിവുകളാണ്. സ്കൂളിൽ കുറേ വസ്തുക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ജസ്റ്റ് ഇതിനകത്ത് വന്ന് കയറി പെട്ടെന്ന് പോകാൻ വേണ്ടിയാണ് വന്ന് കയറിയത്. പക്ഷേ ഇത്രയും സമയം ചെയ്ത് എല്ലാം നമ്മളെല്ലാവരും നല്ല റിലാക്സേഷൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ 4 വയസ്സും 5 വയസ്സുമായ കുട്ടികളെ ഇപ്രകാരം അണിയിച്ചെങ്കിൽ ഇതുപോലെയൊന്ന് ആക്കണമെങ്കിൽ നിസ്സാര കാര്യമല്ല. നമ്മുടെ മക്കളെ കേവലം 1-2 മക്കളെ ഒന്ന് ആക്കിയെടുക്കുന്ന പാട് നമുക്കറിയാം. അപ്പൊ ഈ 40 കുട്ടികളെ ഇതുപോലെ ഒന്ന് അണയിച്ച് ഒരുക്കി ഇവിടെ ഇത്രയും മനോഹരമായി അവതരിപ്പിക്കണമെങ്കിൽ അതിന്റെ പിന്നിലെ കഷ്ടപ്പാട് ആ ബഡ്സ് മാനേജ്മെന്റിൽ ബഡ്സിലെ ഓരോ മിസ്സുമാർക്കും ഉള്ള ആദരവ് അർപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷവാർത്ത അറിയിക്കുകയാണ്. അപ്പൊ ഈ അവതരിപ്പിച്ച 40 കുട്ടികളില് ഏകദേശം 2-3 കുട്ടികൾ കൂടി ബാക്കി എല്ലാവരും തന്നെ നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന വർഷം 2026-27 അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നമ്മള് 40 സീറ്റുകളിൽ വരുന്ന വർഷം മുതൽ നമ്മുടെ 1-ാം ക്ലാസ്സിലെ അഡ്മിഷൻ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുകയാണ്. ഏതാനും സീറ്റുകൾ കൂടി ഉണ്ട് എന്നുള്ള വിവരം കൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ഞാൻ കഴിഞ്ഞ 10-16 വർഷമായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇന്നാണ് ഔദ്യോഗികമായി ഇവിടെ ഒന്ന് കയറാൻ ഒരു അവസരം കിട്ടിയത്. ഇതിന് നിർദ്ദേശങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ബഡ്സ് മാനേജ്മെന്റ്, പ്രിയപ്പെട്ട എന്റെ സാൽവി സാറ്, അർജിത് സാറ്, മനോജ് സാറ് എന്നിവർക്കുള്ള പ്രത്യേകമായ ആദരവ് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രിയപ്പെട്ട പ്രസിഡന്റ് ബ്ലോക്ക് മെമ്പർ ശ്രീ അതുപോലെ തന്നെ നമ്മുടെ SNDPയുടെ പ്രസിഡന്റ് വിശ്വനാഥൻ സാറ്, പ്രിയപ്പെട്ട കൊളയനാട് ശ്രീ ഗാന്ധി മെമ്പർ സ്കൂളിന്റെ HM ശ്രീ മധു സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥികളായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ നാട്ടുകാരനും പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ മകനുമായ ശ്രീ എമിൽ അഗസ്റ്റിൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ ന്യൂസുകളും യഥാസമയങ്ങളിൽ ലൈവായിട്ട് നമ്മളിൽ എത്തിക്കുന്ന പ്രിയപ്പെട്ട സന്തോഷ്, അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിക്കുന്ന നമ്മുടെ കൊച്ചുമോൻ സാം. തീർച്ചയായിട്ടും നമ്മൾ TV-യിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്ലഫേഴ്സ് എന്ന വലിയൊരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിൽ വളരെ വിദഗ്ധമായ രീതിയിലുള്ള പാട്ടുകളും അതുപോലെയെല്ലാം അവതരിപ്പിച്ച് ഫൈനലിലേക്ക് കടക്കുന്ന നമ്മുടെ സാംസോണിവിടെ എത്തിയിരുന്നത് നമുക്ക് നേരിട്ട് കാണുവാനുള്ള കഴിഞ്ഞതിനാൽ വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നല്ലൊരു ഗാനം നമ്മളിവിടെ ആരംഭിച്ചു. ഞാൻ ഈ ബഡ്സിന്റെ ആദ്യകാല വർഷങ്ങളിലെല്ലാം ഇതിനകത്ത് പങ്കെടുക്കുവാനും ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇതിന്റെ വിദേശവുമായി ബന്ധപ്പെട്ട് പോകുവാനും കഴിയുന്നു. ഞാൻ ഈ പാർട്ടിയുടെ മെമ്പർ ഏതാണ്ട് 2005 മുതൽ ഈ പാർട്ടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ബഡ്സിന്റെ ആരംഭഘട്ടങ്ങളിലെല്ലാം ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുവാൻ കഴിയുമ്പോൾ അതിലെനിക്ക് വളരെ ഏറെ സന്തോഷമുണ്ട്.
കുട്ടികളെ സംബന്ധിച്ച് അവരെ ഈ രീതിയിലെല്ലാം അവർക്ക് വേണ്ട കലാപരമായിട്ടുള്ള വാസനകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എല്ലാവിധ കോച്ചിങ്ങുകളും കൊടുത്തുകൊണ്ട് ഈ രീതിയിൽ ലിറ്റിൽ ബിറ്റ്സ് എല്ലാ വർഷവും വളരെ ഗംഭീരമായി നടത്തുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഏതാണ്ട് 1 മണിക്കൂർ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ടെൻഷനുകളും മാറി നിന്നുകൊണ്ട് ഇവരുടെ ഈ കൊച്ചു കുട്ടികളുടെ പ്രോഗ്രാം ഒരു സിനിമ കാണുന്ന ഒരു ലാഭത്തോടെയാണ് ഞാൻ കണ്ടത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മീഡിയയുടെ ഈ കടന്നുകയറ്റം നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും അത് ആസ്വദിച്ചുകൊണ്ടാണ് ഇതിനകത്ത് ഈ അണിനിരന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ അൻവിൻ സാറും അതുപോലെ മനോജ് സാറും ഒക്കെ ഈ നാട്ടിലെ വലിയ ഒരു പ്രസ്ഥാനമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഇന്ന് ഈ ഹൈടെക് സംവിധാനത്തിൽ കൊച്ചുകുട്ടികൾക്ക് അവർക്ക് ചെറുപ്പം മുതലുള്ള വിദ്യാഭ്യാസം വളരെ ഭംഗിയായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ പ്രവർത്തനവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകെ ഇതിനെ നേതൃത്വം കൊടുക്കുന്ന ഇതിന്റെ ടീച്ചേഴ്സും ഒക്കെ വ്യക്തിപരമായിട്ടുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നമ്മുടെ പുതിയ ഈസ്റ്റർ ഡേക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. ഈ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്ത് ആര്യ അത് വലിയ ഭയങ്കര നിസ്സാര ഫീലാണ് ഞാനിപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷം. ഒരിക്കലും ഇവിടെ ഒരു അതിഥിയായിട്ട് വരാൻ കഴിയുമെന്ന് ജീവിതത്തിൽ ഓർത്തതല്ല. കാലം അങ്ങനെ വലിയ അവസരത്തിൽ വലിയ സന്തോഷം. എപ്പോഴും എല്ലാ കാലത്തും സ്കൂൾ ലൈഫിന് ശേഷം പിന്നെ അങ്ങോട്ട് പോകുമ്പോഴെല്ലാം കോളേജ് ലൈഫിലായാലും സംഘടനാ ജീവിതത്തിലായാലും ഒരു പരിപാടിയുടെ മാനേജ്മെന്റ് എന്താണെന്ന് കൃത്യമായി പഠിക്കാൻ വത്സവത്തിൽ ടീമിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത് എല്ലാ കാലത്തും സഹായിക്കുന്നുണ്ട്. ഇത്രയും വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പരിപാടി ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന് പോലെ നടത്താൻ കഴിയുന്നത് നമുക്ക് അഭിമാനത്തോടെ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരും ബഡ്സിലെ ടീച്ചേഴ്സും പേരൻസും എല്ലാം അത്രയും വലിയൊരു പരിപാടിക്കാണ് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്. ഈ സ്റ്റാൻഡിന് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും കൺസിസ്റ്റന്റ് ആയി 16 വർഷവും തുടരാൻ കഴിയുന്നത് വലിയ നേട്ടമാണ്. എല്ലാവരും ആ നേട്ടത്തെ പ്രത്യേകം വലിയ സന്തോഷം. ഒരുപാട് 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 സന്തോഷം. ഇവിടുത്തെ എൻ്റെ മുന്നേ കൂട്ടുകാരും എല്ലാവരും ഇവിടെ മനസ്സായ വിരിഞ്ഞ് വലിയ പൂക്കളായി പൂക്കളുള്ള വലിയ മഹാവനമായി ഈ നാടിൻ്റെ യശസ് ലോകമെല്ലാം ലഭിക്കുന്ന വലിയ ഭാഗമുള്ളവരായി മാറുന്നതിന് ഹൃദയം കൊണ്ട് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. സ്നേഹാഭിമാനം. Thank you so much. വ്യക്തമായിട്ട് ഫോൺ ചെയ്തുകൊണ്ട് തൊഴിലുറപ്പിക്ക് തുളയിടുന്ന സീനാണ്.
എത്ര വഴക്ക് പറഞ്ഞാലും വിഷമം തോന്നുന്നു പറഞ്ഞാലും ഒരു നിമിഷത്തെ ആ ഒരു വഴക്ക് പറഞ്ഞ ആ ഒരു സങ്കടം മാറും. അവർ പെട്ടെന്ന് തന്നെ മിസ് ചെയ്യുന്നവർ വെളിയുമായി ഓടിയെത്തുന്നു. ആ ഒരു സ്നേഹവും ആ ഒരു കരുതലുമാണ് അവരെ ബഡ്സുമായി അവരെ ഇത്രയും അടുപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പുരോഗമനങ്ങൾ ഈ കലാലയത്തിൽ നിന്ന് അടുത്ത സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി മാനസിക ബുദ്ധിമുട്ടും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്കായി ഞങ്ങളുടെ UKG ബാച്ചിനായി ഒരു ഡെഡിക്കേഷൻ പോലെ ഞാനൊരു താരാട്ടം